ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് വീഡിയോ കാണാം കേട്ടോ. അതെങ്ങനെ ചിക്കനാണ് വറുക്കണത്. ഞാൻ സിമ്പിളായിട്ട് എപ്പോഴും സിമ്പിൾ കറി വയ്ക്കാറുള്ള എല്ലാവർക്കും ചെയ്യണമായിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കട്ടെ. ആദ്യം ഇവിടെ ചിക്കൻ നല്ല കഴുകി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. ഇത് നല്ല കളറുള്ള മുളക് പൊടി ആയതുകൊണ്ട് നമുക്ക് കാശ്മീരി മുളക് പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. ഇത്രയും ചേർത്ത് നല്ല പിന്നെ ചെറുനാരങ്ങ, തൈര്, അത് രണ്ടും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത്തിരി വിനീഗറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ. ഇത്രയും സാധനങ്ങൾ അരച്ചിട്ട് ഇതിൽ പുരട്ടി വയ്ക്കും. ഇപ്പോൾ നമ്മുടെ മസാല നന്നായി ഞാൻ വിനീഗറും കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം ഇട്ടുണ്ട് കേട്ടോ അതിൽ. ഇതൊരു അരമണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നല്ല തിരുമ്പി പിടിപ്പിക്കണം. കൈ കൊണ്ട് തന്നെ തിരുമ്പണം, അപ്പോഴെല്ലാം ആവുള്ളൂ. അതുകൊണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് നല്ലൊരു മണം കറിവേപ്പില ഇട്ടുകൊണ്ട്. ഇപ്പം നമ്മളിവിടെ അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. മസാലയൊക്കെ പുരട്ടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി. ഞാൻ വർക്ക് ഏരിയയിൽ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ വർക്ക് ഏരിയയിൽ നിന്ന് ചെയ്യുന്നത് അവിടുത്തെ കിച്ചണിലെ ഗ്യാസ് കഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഈ എണ്ണ ചൂടാവണമെന്നാണ് കേട്ടോ, എന്നിട്ട് ഇടാൻ പറ്റും. ഗ്യാസ് കഴിഞ്ഞ കാരണം ഇവിടേക്ക് എനിക്ക് ഒരു കയ്യിലൊരു വേദന. ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. ഒരു കയ്യിൽ വെയിറ്റ് തൂക്കാനോ ഒന്നിനും പറ്റണില്ല. അതുകൊണ്ട് സിലിണ്ടർ ഇവിടുന്ന് വർക്ക് ഏരിയയിൽ നിന്ന് അവിടെ കൊണ്ടുവച്ച് കത്തിക്കാനുള്ള ശക്തിയില്ല എനിക്ക്. കൈവേദന മാറണം. അപ്പോൾ ശരി, അവിടെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇൻഡക്ഷൻ അടുപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ചായയൊക്കെ അവിടെ ഉണ്ടാക്കാം, ചോറും കറിയൊക്കെ അവിടെ വയ്ക്കാം. അങ്ങനെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായോ നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. കുറേ ആൾക്കാർ ഈ ചിക്കൻ ഫ്രൈ തന്നെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ വലിച്ചു നീട്ടിയൊക്കെ ചെയ്യും. എനിക്ക് ഈ വലിച്ചു നീട്ടി ചെയ്യണത് ഇഷ്ടമല്ല. അടുക്കളയിൽ അധികം നേരം നിൽക്കണതും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പണികളൊക്കെ 2 മിനിറ്റുള്ളൂ. പുരട്ടി വയ്ക്കും, ഞാൻ പോയി റെസ്റ്റ് എടുക്കും. പിന്നെ വയ്ക്കും, ചോറ് വെച്ചു, കറി വെച്ചു, ഉപ്പേരി വെച്ചു. അപ്പോഴാണ് ആലോചിച്ച നമ്മൾ ചിക്കൻ ഫ്രൈ സിമ്പിളായിട്ട് ബാച്ചിലേഴ്സൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഈ ചിക്കൻ ഫ്രൈ. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കണം. ഞാൻ എൻ്റെ ഫസ്റ്റ് മുന്നേ തൊട്ടത് കണ്ടോളൂ കേട്ടോ. ഞാനിപ്പോൾ അത് ഫ്രീ ആയതുകൊണ്ട് പറഞ്ഞൊന്ന് മാത്രമല്ല, ഇതും പറയില്ലല്ലോ. എനിക്ക് വലിയ ഇൻട്രോ എല്ലാം പറയണത് വലിയ നമ്മൾ ഇൻട്രോ പറഞ്ഞിട്ട് നിന്ന് ആൾക്കാർ നോക്കാണ്ട് പോകും. അത്ര ഉണ്ടാവുള്ള വ്യൂസും എല്ലാം കിട്ടുക. ചോറും കിട്ടില്ല, ഒന്നും ഉള്ളതില്ലാണ്ടാവുക ചെയ്യുക. അപ്പോൾ കണ്ട അത് ഓരോന്നോരോന്നായിട്ട് നമുക്കതിലേക്ക് ഇടാം. നല്ല മണത്തിന് എല്ലാ സാധനവും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചാൽ നല്ല മണം കിട്ടും കേട്ടോ. കറിവേപ്പിലും പച്ചമുളകൊക്കെ നമ്മൾ അരച്ച് ചേർത്തോളാം, നല്ല മണം കിട്ടും. നമ്മൾ അപ്പപ്പുള്ളത് അപ്പപ്പോൾ വറുക്കുള്ള, മുഴുവൻ വറുത്ത് വയ്ക്കില്ല കേട്ടോ. നമ്മൾ 3 പേരുള്ള 3 പേർക്ക് ആവശ്യമുള്ളത്. കാരണം ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ചൂടുള്ള അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത് എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. ഭക്ഷണത്തിന് ആവശ്യമുള്ള നേരത്ത് നമ്മളിത് വറുക്കും. ഒന്നൊന്ന് തൊടാണ്ട് വറുത്താൽ നല്ല കിട്ടും. പിന്നെ സിമ്മിലിരുന്നിട്ട് ഇത് വേവട്ടെ. അധികം അവിടെ തിളച്ച അല്ല, വേഗം ഫുള്ളിൽ വെച്ചാൽ
കരിയും ചെയ്യും, സോഫ്റ്റ്നെസ് പോവും ഇറച്ചിയുടെ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് സോഫ്റ്റായിട്ട് കിട്ടണം. ഫ്രൈ ആയാലും സോഫ്റ്റ് ഉണ്ടായിരിക്കണം. അതിന് ഗ്യാപ്പിലൊക്കെ ചെറിയ പീസ് തിരിക്കുക. കുറേ അങ്ങോട്ട് വലിച്ച് വരുന്ന കറിയൊക്കെ ഉണ്ട്. അതൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. എളുപ്പത്തിലൊരു ചിക്കൻ ഫ്രൈ. നമ്മുടെ ചിക്കനൊക്കെ വറവായി വരുന്നു കേട്ടോ. ഞാൻ പതുക്കനൊന്ന് മറിച്ചിട്ടു. ഞാൻ ആ കല്ല് മാതിരി ഫ്രൈ ആയി ഇവിടെ ആർക്കും ഇഷ്ടമില്ല. സോഫ്റ്റായിട്ട് വരണം. അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ട് ഞാൻ വറക്കണത്. ഹൈ ഫ്ലെയിമിൽ എണ്ണ തിളച്ച എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ മുരുമുരുങ്ങനെ ഉണ്ടാവും. ഇവിടെ ആർക്കും മുരുമുരു ഇഷ്ടമല്ല. ചിക്കൻ ഫ്രൈ സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ ഇവിടെ ചിക്കൻ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതിങ്ങനെയും കഴിക്കാം. കണ്ട എൻ്റെ ചിക്കൻ ഫ്രൈ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു കഷ്ണം കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. എത്ര എളുപ്പത്തിലാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് നിങ്ങൾ കണ്ട. വെളുത്തുള്ളി ഇഞ്ചിയും തൊലിക്കണതാണ് നേരമുള്ളൂ. ബാക്കിയിലൊന്നും നേരമില്ല. അപ്പോൾ തൈരില്ല, ചെറുനാരങ്ങയില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ആരും ഇത് ചെയ്യണ്ട. നമ്മളെ വിനീഗർ ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു സ്പൂൺ വിനീഗർ ഒഴിച്ചാൽ അതും ശരിയാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കും. വെരി സിമ്പിൾ, വെരി ടേസ്റ്റി. അത്രയും ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല. നിങ്ങൾ ചെയ്ത് നോക്കും. കുറേ നേരം അടുക്കളയിലൊന്നും ഈ വെയിൽ കാലത്ത് പണിയാനൊന്നും ആർക്കും സാധ്യമല്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനിയും നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യാണ്ടല്ലോ. അപ്പോൾ ശരി കേട്ടോ. ഓക്കെ, ബായ്. എല്ലാവരും എന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്.